അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ളൊരു ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒരു വിഭവമാക്കിയിട്ട് ഇതെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പറയാൻ കഴിയില്ല, അത്രയ്ക്ക് സോഫ്റ്റുമാണ്. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു എരിവൊക്കെ ഉള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഈ ഓയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ കഷ്ണം തക്കാളിയാണ്. ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി മസാലപ്പൊടിൻ്റെയൊക്കെ റോസ് സ്മെല്ലൊന്ന് പോയി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫാണ്. ബീഫ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതായിരുന്നു. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മളെ മസാലക്കൂട്ട്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ആ ടൈം വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി ഞാൻ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തതാണ്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. ഇതിന് ആവശ്യത്തിന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. തേങ്ങാപ്പാലിട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത്. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള മാവാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മാവൊന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കാം. ഇതുപോലെയാണ് കേട്ടോ മാവ് വേണ്ടത്. നല്ല ലൂസാണ് വേണ്ടത്. നമ്മൾ കലത്തപ്പത്ത് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മാവില്ലേ, അതേ രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഈ പാത്രമാണ് വെച്ചിട്ടുള്ളത് സ്റ്റീം ചെയ്തെടുക്കാൻ. വലിയ പാത്രം വെച്ചപ്പോൾ അത് കൊള്ളണില്ല. അതിൻ്റെ ഇടിച്ചുമ്പോൾ അത്ര ഒരു സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചത്. നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഏതും വെക്കട്ടോ. വെക്കുന്ന പാത്രത്തിലൊന്ന് ഓയിൽ തടവി കൊടുക്കണം, എന്നിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ചൂടായതിന് ശേഷമാണ് നമ്മൾ പാത്രം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാ ഭാഗത്തും ആകും വിധം ഇട്ട് കൊടുക്കണം. കട്ട പിടിച്ച് കിടക്കാതെ എല്ലാ ഭാഗത്തും കൂടി മസാലക്കൂട്ട് ആവണം. ഇനി നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കണ മാതിരിയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇഡ്ഡലിക്കൊക്കെ എത്ര ടൈം വേവിന് ടൈമുണ്ടോ ആ ടൈം തന്നെയാണ് ഇതിന് വരിക കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് ടൈമൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ നോക്കിയാൽ മതി. ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന അതേ ടൈം തന്നെയാണ്. മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാലക്കൂട്ടൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള മാവ് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്.
ഞാൻ വലിയ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ചോറൊക്കെ വെക്കണം പാത്രമില്ല അതിന് വെച്ചിട്ടാണ് ഞാൻ മാവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പാത്രം ഇതിൽ കൊള്ളാത്തതുകൊണ്ടാണ് ചെറിയ പാത്രമാണ് വെച്ചത്. അപ്പോൾ എനിക്ക് മാവ് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇറച്ചിപ്പത്തിരി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇന്ന് എടുത്ത് വെച്ചിട്ട് ഇതിന് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ പുറത്തൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ചൂട് പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ നല്ല പൂ പോലെയുള്ള ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ച് പോകും. നല്ല സോഫ്റ്റാണ്. നമ്മളിപ്പോൾ മുട്ടയൊക്കെ പിഴുങ്ങി കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളമൊക്കെ ഉണ്ടാവില്ല സോഫ്റ്റായിട്ട് നിൽക്കണം, അതുപോലെയാണ് ഇത് കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണ്. കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ മസാലയും മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ചെയ്തപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. മറ്റേ സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നതിലേറെ ഭംഗി കിട്ടുന്നത് ഇതിനാണ്. കാരണം ആ പൂവ് പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ബാക്കി മാവ് ഉണ്ടായിരുന്നു. ആ മാവ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ ചെയ്തതാണ്. നമ്മൾ കറിയൊക്കെ എടുക്കുന്ന പാത്രത്തിൽ ചെയ്തതാണ്. നല്ല സോഫ്റ്റായിട്ട് കണ്ടോ, ഇതിൻ്റെ പുറകുവശമൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തായിട്ട് വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.